എന്താണ് ഈ ഓണം എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്? അപ്പം അതിലൊരുപാട് ക്യാരക്ടറുകളുണ്ട്. നമ്മുടെ പൈതൃകത്തിലെ എല്ലാ കഥകളും എല്ലാ ആഘോഷങ്ങളും ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. വരൾച്ചയും മറ്റു ദുഃഖങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് സമൃദ്ധി ഉണ്ടാകുക? മഹാബലവാനായ ഒരു ചക്രവർത്തി നിയമങ്ങൾ നടപ്പാക്കിയിരുന്നു. എന്താണ് ഓണക്കാലം എന്ന് പറഞ്ഞാൽ സമത്വം, സാഹോദര്യം, സമൃദ്ധി എല്ലാം. അപ്പോൾ അന്ന് ആർക്കും ദുഃഖമില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അത് തന്നെ യുക്തിക്ക് നിരക്കൂ. ആ ഒരു ആശയത്തെ സജീവമായി സമൂഹത്തിൽ നിലനിർത്താനാണ് ഓണം എന്ന ഒരു ആഘോഷം കൊണ്ടുവന്നത്. എന്താണ് സുരനും അസുരനും വ്യത്യാസം? എന്താണ്? സൂര്യവംശവും ചന്ദ്രവംശവും. നീതിമാനാണ്, പക്ഷെ അവന് ആത്മബോധമില്ല. മഹാവിഷ്ണുവിനെ പോലും ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ ഒരു കഥ വരുന്നത്. വളരെ എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള, എല്ലാവർക്കും എല്ലാം നൽകുന്ന മഹാബലിയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള രീതിയിൽ ഈ മഹാവിഷ്ണുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു സമയത്ത് ഇയാൾ തന്നെ വേണമെങ്കിൽ പറയും മഹാവിഷ്ണു എന്നൊക്കെ പറയുന്ന വെറും അന്ധവിശ്വാസമാണെന്ന് പറയും. എന്നിട്ട് പ്രത്യേകിച്ച് കേട്ടിട്ടില്ലേ, 9 പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മുടെ മൂടുകൾ മാറും. 9 പ്രാവശ്യം മാറും. ഗുരുജി, ഓണം ഇപ്പോൾ ഓണക്കാലം വരികയാണ്. അതുള്ളത് എന്താണ് ഈ ഓണം എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്? അപ്പം അതിലൊരുപാട് ക്യാരക്ടറുകളുണ്ട്. പലരും ഓരോ ക്യാരക്ടറിനെ വെച്ച് ഓരോ കഥകളാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഓണം? നമ്മുടെ പൈതൃകത്തിലെ എല്ലാ കഥകളും എല്ലാ ആഘോഷങ്ങളും ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്: വ്യക്തി വികാസം. അവനെ ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള ഒരു സമീകൃതാവസ്ഥ, സന്തോഷാവസ്ഥയിൽ എത്തിക്കലാണ് ഈ നമ്മുടെ എല്ലാ കൃതികളെയും ലക്ഷ്യം. പക്ഷേ പിന്നെ അതിനിടയ്ക്ക് ഇതിനെ കമേഴ്സ്യലൈസ് ചെയ്ത, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് സംഘടിത ശില്പങ്ങളുണ്ടാക്കി അതിനെ വിൽക്കാൻ ശ്രമിച്ച ആൾക്കാർ പല കാലഘട്ടങ്ങളിൽ ഇതിനകത്ത് സ്ഖലിതങ്ങളുണ്ടാക്കി. ഉദാഹരണത്തിന് ഉപനിഷത്തുകൾ. വെള്ളക്കാർ, ബ്രിട്ടീഷുകാർ സംസ്കൃത പണ്ഡിതന്മാരെ കൂലിക്ക് വച്ച് എഴുതിച്ച പല ഉപനിഷത്തുകളും ഉണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഹാർമണിയും ആ റിയാലിറ്റിയും ഇല്ലാതാക്കാൻ. അതുപോലെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ നവരാത്രി, പിന്നെ ഗണപതി, ഇങ്ങനെയൊക്കെ പോലെ കേരളത്തിൽ നിലനിന്ന ഒരു ആശയമാണ് ഓണം. സമൃദ്ധിയുടെ, ഈ ദുഃഖമില്ലാതെ സുഖം ഉണ്ടാവും? ഇല്ല. അപ്പോൾ ഇത് സമൃദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് കെടുതിയില്ലാതെ സമൃദ്ധമാകും. വരൾച്ചയും മറ്റു ദുഃഖങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് സമൃദ്ധി ഉണ്ടാകുക? അതെ. അപ്പോൾ ഇത് ദ്വൈതങ്ങളുടെ ഒരു സമരസപ്പെടലാണ് പ്രകൃതിക്ക് വേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടത്. നമ്മുടെ ശരീരം പോലും ചൂടും തണുപ്പുമായാണ്, പോസിറ്റീവ് നെഗറ്റീവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാബലിയെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു ഐതിഹ്യം, ഒരു കഥ. അതിന് എന്താണ്, മഹാബലവാനായ ഒരു ചക്രവർത്തി നിയമങ്ങൾ നടപ്പാക്കിയിരുന്നു. എന്താണ് ഓണക്കാലം എന്ന് പറഞ്ഞാൽ സമത്വം, സാഹോദര്യം, സമൃദ്ധി എല്ലാം. അപ്പോൾ അന്ന് ആർക്കും ദുഃഖമില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അത് തന്നെ യുക്തിക്ക് നിരക്കൂ. രാത്രിയില്ലാതെ പകലിനെ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റൂ? ഇല്ല. അപ്പോൾ കഷ്ടതകൾ കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒരു സുഖം ഉണ്ടാകും. ആ സുഖം കഴിഞ്ഞ് ഒരു ദോഷം ഉണ്ടാകും എന്ന് ആ ഒരു ആശയത്തെ സജീവമായി സമൂഹത്തിൽ നിലനിർത്താനാണ് ഓണം എന്ന ഒരു ആഘോഷം കൊണ്ടുവന്നത്. അതിലെ പ്രധാന കഥാപാത്രം മഹാബലി. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മഹാബലിമാരാണ്. ബലം എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി, ആരോഗ്യം. മഹാബലവാൻ, നമ്മളെല്ലാവരും മഹാബലവാന്മാരാണ്, ഇല്ലേ? ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. വ്യഷ്ടിയും സമഷ്ടിയുമായിട്ടൊരു വ്യത്യാസമില്ല. പിന്നെ നമ്മൾ ദുഃഖിക്കുന്നത് എപ്പോഴാണ്? നാം ആര്, നമ്മുടെ ഊർജം എന്ത് എന്ന അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്, ഭേദബുദ്ധി ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ മഹാബലി എന്ന് പറയുന്നത് ശക്തനും നീതിമാനുമായ ഒരു രാജാവ്. പക്ഷെ അദ്ദേഹത്തെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എന്തുകൊണ്ട്? ഉടനെ ഒരു കഥ കൊണ്ടുവന്നു. ദേവന്മാർക്ക് എന്താണ്, അസൂയമൂത്ത് ചെയ്തതാണ്. ശരിയാണ്, നമ്മുടെ മനസ്സിലും ഇല്ലേ അസൂയ? ഇല്ലേ? അപ്പോൾ ഇവിടെ
അസൂയ, കുശുമ്പ്, കുരുക്ക്, ഉന്നായ്മ ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കൗരവർ. മറു സൈഡ് സത്യം, നീതി, ബലം, സാഹോദര്യം ഇതെല്ലാം പാണ്ഡവർ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ അനന്തശയനം കാണാം. അതിൻ്റെ ഒരു സൈഡിന് ദേവന്മാരും മറു സൈഡിന് അസുരന്മാരുമാണ്, ഇല്ലേ? എന്താണ് സുരനും അസുരനും വ്യത്യാസം എന്താണ്? സുരൻ എന്ന് പറഞ്ഞാൽ മയങ്ങിയവൻ, ലഹരി ഉപയോഗിച്ചവൻ, സുരാപാനം കേട്ടിട്ടില്ലേ? അതാണ് ആത്മലഹരിയാണ് ഈ സുരനായിട്ട് ദേവനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിവിൻ്റെ ആത്മലഹരി ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മയങ്ങിയ കണ്ണോടുകൂടി ജീവിക്കും. എന്ന് പറഞ്ഞാൽ ശാംഭവി ദൃഷ്ടി എന്ന് പറയും. ശിവൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ? അത് പകുതി അടഞ്ഞായിരിക്കുന്നത്. എന്താണത്? ഞങ്ങളെപ്പോഴും അനന്തതയുമായിട്ട് ചേർന്നിരിക്കും ബോധം. എന്നാൽ അന്ധമായ ഭൗതിക ജീവിതം എന്നതിന് പ്രാധാന്യം കുറവാണ്. പ്രാധാന്യം കൂടിയത് ഏതാണ്? അത് അനന്തതയുമായിട്ടാണ്. അതിനെയാണ് ആര്യ ജീവിതം, ഇത് ദ്രാവിഡ ജീവിതം എന്ന് പറയും. ദ്രവ്യം കാണാൻ കഴിയുന്നത്, ആര്യം അരൂപം കാണാൻ കഴിയാത്തത്, കാണാൻ കഴിയാത്തത് ഊർജം, ഊർജം ഘനീഭവിച്ച് കാണാൻ കഴിയുന്നതാവുമ്പോൾ ദ്രവ്യം. ഭാരതത്തിൽ ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവുമാണ് ഉണ്ടായിരുന്നത്, സൂര്യവംശവും ചന്ദ്രവംശവും. പിടികിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ മഹാബലി എന്ന് പറയുന്നത് ബലം സുരമായിരിക്കണം. ദേവൻ ആരുമായിട്ട് ചേർന്ന് നിൽക്കും? ത്രിമൂർത്തികളുമായി ചേർന്ന് നിൽക്കും, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. അസുരനോ? അവന് ആത്മവീര്യമില്ല, അമൃതജ്ഞാനം അല്ലെങ്കിൽ അമൃതപാനമില്ല, സുരാപാനമില്ല, അവൻ അസുരൻ. ശക്തനാണ്, നീതിമാനാണ്, പക്ഷെ അവന് ആത്മബോധമില്ല. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഭൗതികമായി ഭയങ്കര നേട്ടങ്ങൾ ഉണ്ടാക്കും. ബിൻ ലാദൻ എന്നൊരാളുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നു. ഹി വാസ് ആൻ എൻജിനീയർ. നല്ല ഒരു ഓൺട്രപ്രണർ ആയിരുന്നു. ബിസിനസ് ചെയ്തു, കോടികൾ ഉണ്ടാക്കി. എങ്ങനെയാ അത് ഉപയോഗിച്ചത്? അറിയാമല്ലോ, നാശത്തിന് വേണ്ടി. അതെ. അപ്പോൾ അതാണ് അസുരൻ. ശക്തനും നീതിമാനും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ. അദ്ദേഹം ചെയ്തതൊക്കെ അദ്ദേഹത്തിന് ശരിയായിരുന്നു. പക്ഷേ അതിന് ഒരു ആത്മബലമില്ലാത്തത് കൊണ്ട് ആ സുരാപാനം, അനന്തതയെക്കുറിച്ചുള്ള കരുതൽ, ബോധം ഇല്ലാതായതുകൊണ്ട് പുള്ളി ചെയ്തത് ഒരു വിഭാഗത്തിന് നന്മയും വലിയൊരു വിഭാഗത്തിന് തിന്മയുമായി ഭവിച്ചു. ഇവിടെയാണ് ബലിയുടെ പ്രസക്തി. മഹാബലി മഹാബലവാനാണ്, പക്ഷേ അദ്ദേഹത്തിന് സുരാപാനമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? വാമനൻ, നമ്മുടെ വിഷ്ണുബോധം, വിവേകം, ഇതിനെ അമർത്തണം. ഇതാണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒരു സമീകൃതാവസ്ഥയിൽ നിങ്ങൾ കൂടുതലും ദേവചിന്തകളും ബാക്കി സമയങ്ങൾ അസുരചിന്തകളും, ആര്യചിന്തയും ദ്രാവിഡ ചിന്തയും, ആത്മബോധവും ഭൗതിക ബോധവും ഇതിനെ സമരസപ്പെടുത്തിക്കൊണ്ട് പോയി ഞാനെന്നും എനിക്കെന്നും മാത്രമല്ല, ഞാനെന്നും ഞങ്ങൾക്കെന്നും എന്ന ബോധത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി ജീവിക്കണമെന്നും ആനന്ദിക്കണമെന്നും എന്ന ആശയമാണ് ഓണം എന്ന ആഘോഷത്തിലൂടെ സമൂഹത്തിനോട് പങ്കുവയ്ക്കാൻ ഇത് എഴുതിയ ഗുരുക്കന്മാർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നെന്താണ് സംഭവിക്കുന്നതെന്ന്, എന്തുമാത്രം കഥകൾ, എന്തുമാത്രം സ്ഖലിതങ്ങൾ, എന്തുമാത്രം തർക്കങ്ങൾ, ഇതെല്ലാം മഹാബലിയുടെ ഭാഷയായിരുന്നു. എന്നിട്ട് വാമനനെ തന്നെ വരേണ്യവർഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ചില അഭിനവ സാഹിത്യകാരന്മാർ എഴുതുന്നത്. ഈ മഹാബലിയും വാമനനും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ മഹാവിഷ്ണുവിനെ പോലും ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ ഒരു കഥ വരുന്നത്. വളരെ എല്ലാത്തിനും എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള, എല്ലാവർക്കും എല്ലാം നൽകുന്ന മഹാബലിയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള രീതിയിൽ മഹാവിഷ്ണു അവതരിച്ചു വരുന്നൊരു കഥാപാത്രമായിട്ടാണ് പലപ്പോഴും അതിനെ ചിത്രീകരിക്കുന്നത്. ഈ മഹാവിഷ്ണുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഈ കാണാത്ത ആളിനെ ഇങ്ങനെ തലതിരിച്ചെഴുതാനുള്ള കഴിവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സമയത്ത് ഇയാൾ തന്നെ വേണമെങ്കിൽ പറയും മഹാവിഷ്ണു എന്നൊക്കെ പറയുന്ന വെറും അന്ധവിശ്വാസമാണെന്ന് പറയും. എന്നിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ വിറ്റുപോകാൻ വേണ്ടി ഇങ്ങനെ എഴുതും. ഇതിനെയൊക്കെ എന്താ പറയുക, അതൊരു സൃഷ്ടി. എപ്പോഴും ഈ സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുമോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവരിബഡി ഈസ് ലിവിങ് ഇൻ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. നമ്മുടെ തന്നെ മൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും.
പ്രത്യേകിച്ച് കേട്ടിട്ടില്ലേ, 9 പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മുടെ മൂഡുകൾ മാറും. 9 പ്രാവശ്യം മാറും. അതാണ് നവരസങ്ങൾ എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന മൂടല്ല, 2.25 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ആ മൂഡ് മാറും. ആ ഒരു ഫ്രഷ്നെസ് കുറഞ്ഞിട്ട് പിന്നെ ഒരല്പം മാറും. പിന്നെ ചിലപ്പോൾ നമ്മൾ ശരിക്കും ഡള്ളാവും, ചില സമയത്ത് വീണ്ടും കുറച്ച് അഗ്രസീവ് ആവും, ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആവും. ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 പ്രാവശ്യം ഫണ്ടമെൻ്റലി 24 മണിക്കൂറിനകത്ത് നമ്മുടെ മൂഡ്സ് തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിലെ ഹോർമോണുകളുടെ മാറ്റം, പ്രാണാപാനിയോർ ഗ്രന്ഥി രജപേധ്യപിതീയതേ, ചലനങ്ങൾ, രജസ് എന്ന് പറയുന്നത് ഗ്രന്ഥികളുടെ, നമ്മുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രസങ്ങൾ, അതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ആ രസങ്ങളുടെ പ്രവൃത്തിയാലാണ്, രസവിദ്യയാലാണ് നമുക്ക് ഓരോതരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലേ, സന്തോഷം ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ് എന്ന് പറയുന്ന നമ്മുടെ ഹാപ്പി ഹോർമോൺസ്, സങ്കടം, ദേഷ്യം എന്നൊക്കെ പറയുന്നത് കോർട്ടിസോള്, അല്ലെന്നുണ്ടെങ്കിൽ അഡ്രിനാലിൻ, ഇതുപോലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് അത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഈസ്ട്രജൻ, പ്രോജസ്ട്രോൺ, ഇങ്ങനെയാണ് സെക്ഷൽ ഡിസയേഴ്സും മൂഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലെ രസവിദ്യയിലാണ്. ഇതിനെ ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ യുക്ത ആഹാരം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ മൂഡിനും അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിനും ഓരോ തരം ആഹാരമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം, മനസ്സ് നിശ്ചലമാക്കണമെങ്കിൽ നിശ്ചലമായ ആഹാരം കഴിക്കണം. ഇപ്പോൾ ഒരു മീൻ എടുത്ത് കഴിക്കുകയാണ് ഞാൻ. മീൻ കഴിച്ചു കഴിയുമ്പോൾ മീനിൻ്റെ ബേസിക് നേച്ചർ എന്താണ്? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കോശങ്ങളുടെ ഫണ്ടമെൻ്റൽ നേച്ചർ മൂവിങ് ആണ്. അതിൽ നിന്ന് അത് ഞാൻ ഭക്ഷണമാക്കുമ്പോൾ മൈ മൈൻഡ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ ഫുഡ് വിച്ച് ഐ ഈറ്റ്. ഞാനത് ആ കഴിച്ച ആഹാരമാണ്, യു ആർ വാട്ട് യു ഈറ്റ്, അതിൽ നിന്നാണ് എൻ്റെ മനസ്സുണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്മാത്രയിൽ, ഒരു മോളിക്യൂളിൽ നിന്ന് ഞാനൊരു മനസ്സുണ്ടാക്കിയാൽ അത് നിശ്ചലമാകുമോ, ചലിക്കുമോ? ചലിക്കും. അപ്പോൾ എൻ്റെ ധ്യാനത്തിന് ഈ ഭക്ഷണം യുക്തമല്ല. അവിടെ ഞാനൊരു മാങ്ങയോ ഒരു ചക്കയോ എന്തെങ്കിലുമാണ് കഴിക്കുന്നത്. അതിൻ്റെ നേച്ചർ എന്താണ്? സൂര്യപ്രകാശത്തെ ഫേസ് ചെയ്തുകൊണ്ട് വെറുതെ നിൽക്കുക, ഇല്ലേ? അതിൽ നിന്ന് എൻ്റെ ഒരു മനസ്സുണ്ടാകുകയാണ്. എൻ്റെ മനസ്സും സൂര്യനെ ആയിട്ട് ചേർന്ന് നിശ്ചലമായി നിൽക്കാൻ ഒരു ടെൻഡൻസി കാണിക്കും. ഇത്രയേ ഉള്ളൂ യുക്ത ആഹാരം എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് ഒരു മത്സരത്തിന് വേണം, ബോക്സിംഗ് ബൗട്ടിന് ഇറങ്ങുകയാണ്, അതിനെ ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. അവിടെ തൈര് സാദവും മാങ്ങയും കഴിച്ചുകൊണ്ട് പോയാൽ ആ ഒരു അഗ്രഷൻ കിട്ടത്തില്ല. ആ സമയത്ത് മൂവിങ് മോളിക്യൂൾസ്, ഫിഷ്, മട്ടൺ, അങ്ങനെയുള്ള ഒരു രജോ ഗുണപ്രധാനമായിട്ടുള്ള മൂവിങ് മോളിക്യൂൾസിനെ കഴിച്ചുകൊണ്ട് വേണം ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആ പ്രവൃത്തിയിലേക്ക് തയ്യാറാക്കാൻ. അതുകൊണ്ടാണ് ഈ പട്ടാളക്കാർക്കൊക്കെ ഇങ്ങനെ രജോ ഗുണപ്രധാനമായ ആഹാരം കൊടുക്കുന്നത്. കാരണം അഗ്രഷൻ, കൂടുതൽ ചിന്ത വേണ്ട, പക്ഷേ ആക്ഷൻ വേണം. എന്നാൽ ധ്യാനിക്കുന്നവർക്കോ ആക്ഷൻ കുറയ്ക്കണം, ചിന്ത കൂട്ടണം. അതിനു വേണ്ടിയാണ് അവർക്ക് ആ തരം ആഹാരം. ഇങ്ങനെ ഇതെല്ലാം ഒന്നും ആത്യന്തികമായി ശരിയുമല്ല, തെറ്റുമല്ല. ഏതാണ് അവസരോചിതം എന്നാണ് അത് പറയുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡ് വഴിയിരിക്കാം. ഒരുപാട് നന്ദി. നമസ്തേ.